അഭിജിത്ത്, എന്നാ ഉണ്ട്? സാധാരണ ഇതിലെ പോകുമ്പോൾ നമ്മളൊന്ന് മൈൻഡ് ചെയ്യാത്താണല്ലോ. ഇന്ന് എന്നാ പറ്റി? ഓരോ തിരക്കുകളല്ലേ ബ്രോ. അതിനിടെ ഇവിടെ വെറുതെ കുതിരിക്കുന്ന നിങ്ങളെയൊക്കെ മൈൻഡ് ചെയ്താൽ നമ്മുടെ കാര്യം നടക്കുമോ? ഓ അങ്ങനെ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വെറുതെ കുതിരുന്ന നിങ്ങൾ എങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത്? എടാ, അത് എനിക്ക് വരെ ഞാൻ എൻ്റെ കാശിനെ പണിക്ക് വിടുന്നുണ്ട്. എൻ്റെ കാശ് പോയി പണിയെടുത്ത് റിട്ടേൺസ് കൊണ്ടുവരും. അതുപോലെ. അത് ശരി. അപ്പം നാട്ടുകാർ ഇമ്മ പറയുന്നതല്ല, ഏത് സമയം നിങ്ങളിങ്ങനെ ഫോണിൽ നോക്കി കുത്തിയിരുന്ന് നിങ്ങളുടെ കിളി പോയെന്ന്. അത് ശരിയാ അല്ലേ? കിളിയല്ല ഇപ്പൊ, കാള. നല്ല കടാകടിയൻ കാള. സ്റ്റോക്ക് മാർക്കറ്റിലെ കാളയില്ല, ആ കാള. ഓ, സ്റ്റോക്ക് മാർക്കറ്റ് കേട്ടിട്ടുണ്ട്. ആളെ പറ്റിക്കുന്ന പരിപാടിയല്ലേ? വെറുതെ ചൂതാടി കയ്യിലുള്ള കാശൂടെ കളയാതെ ബ്രോ. ചൂതാട്ടോ, ചൂതാട്ടോ ഒന്നും അല്ല ഇവിടെ. ഇത് ജല്ലിക്കെട്ട്. നമ്മുടെ ദലാൽ സ്ട്രീറ്റിലെ കാളയുമായിട്ടുള്ള ജല്ലിക്കെട്ട്. ആ കാളയായിട്ടുള്ള ജല്ലിക്കെട്ടിന് എൻ്റെ കാശിനെ പറഞ്ഞു വിടും. അവൻ അവിടെ പോയി ജല്ലിക്കെട്ട് നടത്തും, ജയിക്കും. ഈ കാളയമരിക്കലൊക്കെ നടക്കുമോ ബ്രോ? പിന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം കണ്ടിട്ട് എനിക്കൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. എനിക്കിവിടെ ഒന്ന് പറഞ്ഞു തരാമോ നിങ്ങളുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളത്? എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നീ നിന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതല്ലാതെ ഒന്നും നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുമോ? അത്രക്കൊക്കെ വേണോ ബ്രോ? ചുമ്മാ തുടങ്ങുന്നേ. അതാകുമ്പോൾ നിങ്ങൾ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിലെ ജല്ലിക്കെട്ട് എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് നിങ്ങളുടെ ചാനൽ നോക്കി പഠിക്കാമല്ലോ. ഓക്കെ, നീ പറഞ്ഞല്ലേ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.